ന്യൂസ് 16 കേരള. ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർ ഫെയിമും സിനിമ TV താരവുമായ ശിവമുരളിയും ന്യൂസ് 16 ചാനൽ ഡയറക്ടർ ഹനീഫ CP 16 കുവൈത്തിൽ വെച്ച് അല്പസമയം. ന്യൂസ് 16 കൂടെ അതിഥിയായിട്ടുള്ളത് കോമഡി കലാകാരൻ ആയ ശിവമുരളിയാണ്. ന്യൂസ് 16ലേക്ക് സ്വാഗതം. താങ്ക് യു. എല്ലാവർക്കും ന്യൂസ് 16 എല്ലാ പ്രേക്ഷകർക്കും ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഈ ഒരു എളിയ കലാകാരൻ്റെ നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഇവിടെ വരുവാനും ഈ ഒരു ന്യൂസ് 16 ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം ഞാൻ ആദ്യം അറിയിക്കുന്നു. താങ്ക് യു. നാട്ടിൽ എവിടെയാണ് വീട്ടിലാരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒന്ന് അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ ജനിച്ചതും വളർന്നതും തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം കാതിരമ്പാറ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. വീട്ടിലിപ്പം അച്ഛൻ മരിച്ച് 10 വർഷമായി. ഇപ്പം അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ സഹോദരിയുണ്ട്, സഹോദരിയും ഭർത്താവും മോനും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ഫാമിലിയാണ്. പിന്നെ കലാപരമായിട്ട് ഇപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് ഉള്ളത്? ചേട്ടാ, ഞാനിപ്പോൾ ഒരു കലാകാരനായിട്ട് വന്നതിന് ശേഷം നമ്മുടെ അതൊരു കലാകാരനായിട്ട് വരുന്ന ആളുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം സിനിമയാണല്ലോ. അപ്പം ശരിക്കും ഞാനും സിനിമ എന്നൊരു മേഖല സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ ഫീൽഡിലോട്ട് കടന്നു വരുന്നത്. പക്ഷെ നമുക്ക് ആദ്യമേ കയറി പരിചയമില്ലാതെ ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ സിനിമയിൽ വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പം അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സിനിമ ഞാൻ ജനിച്ചു വളർന്നത് ഒരു കോളനി പ്രദേശത്താണ്. അപ്പം സാമ്പത്തികമായിട്ടും നമ്മുടെ കുടുംബപരമായിട്ടൊക്കെ വലിയ ഒരു ഉയർച്ചയുള്ള ഒരു ഫാമിലി ആയിരുന്നില്ല. അവിടെ പിന്നെ പാരമ്പര്യമായിട്ട് പാട്ടോ അല്ലെങ്കിൽ കഥയോ അല്ലെങ്കിൽ കലാപരമായിട്ട് കഴിവുള്ള ആരും കുടുംബത്തിലില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ എനിക്ക് ഈ ഒരു കലാപരമായിട്ട് വരണം തോന്നുന്നത് തന്നെ സ്കൂളിൽ വെച്ചാണ്. കാരണം സ്കൂളിൽ വെച്ചിട്ട് എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ട്, പ്രകാശ്. എൻ്റെ ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണ്. ഈ പ്രകാശ് നന്നായിട്ട് പാട്ട് പാടുന്ന ഈ പ്രകാശിന് ടീച്ചർമാർക്കും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ടീച്ചറിന് ഭയങ്കര കാര്യം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണല്ലോ, നമ്മളേറ്റവും പുറകെ ബെഞ്ചിലാണ്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം കാണുമ്പം ഞാൻ അന്ന് ആലോചിച്ചതാണ്. കാരണം ഇത്രയും നല്ലൊരു പാട്ട് പാടാൻ കഴിവുള്ളതുകൊണ്ട് ടീച്ചർമാരും കുട്ടികളൊക്കെ അവരെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു. നമുക്കും അങ്ങനെ എന്തെങ്കിലും കലാവാസന നമുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമുക്കും അതുപോലെ എത്താൻ പറ്റുമെന്നുള്ള ചിന്ത അന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ ശരിക്കും പാട്ട് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ശരിക്കും സംഗീതത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നത്. കാരണം അത് ജന്മസിദ്ധമായിട്ട് ദൈവം വരച്ചു വെച്ചിട്ടുണ്ട് പാടാനായിട്ട് ചില ആൾക്കാരിൽ. നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതിനുശേഷം പിന്നെ വീണ്ടും ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു, വേറെ എന്ത് മാർഗമുണ്ട്. അന്ന് ആ ഇടയ്ക്കാണ് നമ്മുടെ കേരളത്തിലൊക്കെ പണ്ടത്തെ സിനിമാറ്റിക് ഡാൻസ് തരംഗം വരുന്നത്. അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമാറ്റിക് ഡാൻസ് പഠിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ ആ ഡാൻസ് പഠിച്ച് സ്കൂളിൽ അവതരിപ്പിച്ചു. അത് വളരെ മോശമായി. സ്കൂളിൽ നിന്ന് 2 ദിവസം പുറത്ത് മാറ്റി നിർത്തി. പിന്നെ നമ്മുടെ ചിന്ത ഈ വേറെ എന്ത് കലാപരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ഒരു പേരും അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കും, കുട്ടികളൊക്കെ നമ്മളെ ശ്രദ്ധിക്കും, ടീച്ചർമാർക്ക് നമ്മുടെ ഇഷ്ടം തോന്നുന്നു. ആ സമയത്താണ് നമ്മുടെ കേരളത്തിലൊക്കെ മിമിക്രി കോമഡി തരംഗം, മിമിക്സ് പരേഡ്, മിമിക്സ് പരിപാടി തരംഗമൊക്കെ തുടങ്ങുന്നത്. കൊച്ചിൻ കലാഭവൻ, അതുപോലെ തിരുവനന്തപുരത്ത് അന്ന് ഈ 3 മൂട്ടകളെന്ന് പറഞ്ഞിട്ട് ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു മിമിക്രി വരുമ്പോൾ. ചെറുപ്പത്തിൽ ഇതെല്ലാം കാണാൻ പോകും. ഇതൊക്കെ കണ്ട് ഭയങ്കര ക്രൈസായി. അന്ന് പിന്നെ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് സിറ്റിയിൽ ഫുട്പാത്തിലൊക്കെ ചെറിയ കാസറ്റുകൾ വാങ്ങിയാൽ കിട്ടുന്നുണ്ട്. അബീക്ക, നാദർഷിക്ക, അവരുടെയൊക്കെ പണ്ടത്തെ കോമഡി കാസറ്റുകളൊക്കെ ഫുട്പാത്തിൽ വാങ്ങിയാൽ കിട്ടും. സ്കിറ്റുകളൊക്കെ അതിനകത്തുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ മേഖല ഒന്ന് പരീക്ഷിച്ചാലും. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പൈസ കടം മേടിച്ച് സിറ്റിയിൽ പോയി കാസറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വേറെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി ഇതൊക്കെ കേട്ട് ഈ സ്ക്രിപ്റ്റൊക്കെ എഴുതിയെടുത്ത് അന്നൊന്നും ഏതുള്ള കഴിവൊന്നുമില്ലല്ലോ. അതൊക്കെ എഴുതിയെടുത്തിട്ട് അതിനെ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് അതിനെ കുറച്ചുകൂടി ഭംഗിയാക്കി ഇതിനകത്ത് താല്പര്യമുള്ള കുറേ സുഹൃത്തുക്കളൊക്കെ ഇവരെല്ലാം കൂടെ കൂട്ടി ഇതൊക്കെ പറഞ്ഞ് അന്നേ പഠിപ്പിച്ച് പറഞ്ഞൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ അമ്പലത്തൊക്കെ കയറി ഇറങ്ങും. അമ്പലം, ക്ലബ്ബ്, എവിടെ പരിപാടിയുണ്ട് അവിടെ പോയി ചോദിക്കും, ഒരു 10-20 മിനിറ്റ് പരിപാടി നിർമ്മിക്കാൻ ചാൻസ് തരുമെന്ന്. അങ്ങനെ ചോദിച്ച് ഈ ഫീൽഡിലോട്ട് വന്നു. അപ്പോൾ ചേട്ടാ, അങ്ങനെ മിമിക്രി പഠിച്ച് ഞാൻ മിമിക്രി ഫീൽഡിലോട്ട് വന്ന ഒരാളാണ്. എനിക്കൊരു ഗുരുസ്ഥാനത്ത് കാണാനായിട്ട് വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ ഈ മിമിക്രിയിലോട്ട് വരണം, ഒരു കല നമുക്ക് മനസ്സിനകത്ത് വേണം, അങ്ങനെ ഒരു കല ഉണ്ടെങ്കിൽ സിനിമ ഫീൽഡിലോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിനകത്ത് ചെറുപ്പത്തിലേ തോന്നി ഞാൻ സ്വയം കഠിന പ്രയത്നത്തോടെ വന്നതാണ്. ഇപ്പോഴും എനിക്ക് മനസ്സിനകത്ത് ഗുരുസ്ഥാനയിലായിട്ട് ഞാൻ കുറച്ചൊരു മനസ്സിനകത്ത് കാണുന്നുണ്ട്. അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഓരോ വർക്കും ഞാൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ഈ 10ാം ക്ലാസ് വരെ ഈ ചെറിയ ചെറിയ മിമിക്രി പരിപാടിയൊക്കെ ചെയ്യും, സ്കൂളിൽ ചെയ്യുമായിരുന്നു. അവിടുന്ന് ആർട്സ് കോളേജിൽ പ്രീ ഡിഗ്രി പഠന കാലഘട്ടത്ത് ശരിക്കും ഈ കോളേജ് പഠന കാലഘട്ടത്താണ് കുറച്ചുകൂടി മിമിക്രി പ്രൊഫഷനാണ് ഞാൻ സ്വീകരിച്ച് മിമിക്രിയിലോട്ട് വന്നത്.
പിന്നെ അടുത്ത സിനിമയിലേക്ക് കയറാനുള്ള പ്രചോദനം ഹെൽപ്പ് ചെയ്തെന്ന് ആരെങ്കിലും ഉണ്ടോ വ്യക്തി എന്നുള്ളതൊക്കെ സിനിമയിലേക്ക്? ഉണ്ട് കേട്ടാ. ഞാൻ ഈ മിമിക്രി തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. പിന്നെ വീട്ടില് കുറച്ച് സിറ്റുവേഷൻ മോശമായപ്പോൾ അച്ഛൻ സുഖമില്ല, ഹോസ്പിറ്റലൊക്കെ ആയി. അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ടൈറ്റ് വന്നു. അമ്മ വീട്ടുപണിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം കൊണ്ടും വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് പിന്നെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഈ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന പണിയുണ്ടായിരുന്നു, എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ. പിന്നെ പത്രട എല്ലാ പണിയും ചെയ്തു. ഇരുന്ന സമയത്താണ് ഞാൻ പിന്നീട് അവിടെ നേരെ ഒരു പ്രൊഫഷണലായിട്ട് മിമിക്രി ട്രൂപ്പിൽ കയറുന്നത്. ആർട്സ് കോളേജിൽ വെച്ചിട്ട് ഞാൻ ചെയ്ത ഒരു പരിപാടി കണ്ടിട്ട് വേറെ മിമിക്രി ട്രൂപ്പർ എന്നെ ട്രൂപ്പിലോട്ട് ആദ്യം എടുക്കുകയായിരുന്നു. അവരോട് ഒരു വർഷം പിന്നെ ട്രൂപ്പിൽ നിന്നു. പിന്നെ അവിടെ നിന്ന് നേരെ സ്റ്റേജ് പരിപാടിയിലൊക്കെ തിരിഞ്ഞു. പിന്നെ അവിടുന്ന് 2007 ഏഷ്യാനെറ്റ് പ്ലസിൻ്റെ സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ, അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോമഡി റിയാലിറ്റി ഷോ ആയിരുന്നു. ഫസ്റ്റ് മിമിക്രി മത്സരം എന്നുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ 2007 സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ എനിക്ക് ഫസ്റ്റ് വാങ്ങിക്കാൻ സാധിച്ചു. അതിൻ്റെ ഗ്രൂമേഴ്സ് ആയിരുന്ന രമേശ് പിഷാരടി, ധർമ്മജം മുൾകാട്ടി, അബീക്ക, കോട്ടസേറിക്ക, കൽപ്പന ചേച്ചി, ഇവരൊക്കെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. നമ്മുടെ ഈ പ്രകടനം കണ്ടിട്ട് നല്ല അപ്രീഷിയേറ്റ് ചെയ്തു. എനിക്ക് അതുവഴി 2007 സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ വിന്നറാകാൻ പറ്റി. ആ വിന്നറായപ്പോഴത്തേക്ക് എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ സുൽത്താൻ സിനിമ, വിജയരാഘവൻ, ബിനു മോഹൻ്റെ 2ാമത്തെ സിനിമ, അതിനകത്ത് എനിക്ക് വിജയരാഘവൻ സാറിൻ്റെ കൂടെ ത്രൂ ഔട്ടൊരു വേഷം എനിക്ക് ആ സിനിമയ്ക്കകത്ത് അവർ വിളിച്ച് എനിക്ക് കിട്ടി. അപ്പോൾ ശരിക്കും ഞാൻ ഇത്രയും വർഷം മിമിക്രി ഏതാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് അതെത്താൻ വേണ്ടി ഇവിടെ കഷ്ടപ്പെട്ടെങ്കിലും അങ്ങനെ 2007 ഇതിനകത്ത് ഫസ്റ്റ് കിട്ടിയതുകൊണ്ട് എനിക്ക് ആ സിനിമയ്ക്കകത്ത് നല്ലൊരു വേഷം ചെയ്യാൻ പറ്റും. സിനിമയുടെ പേര് സുൽത്താൻ എന്നാണ്, ബിനു മോഹൻ്റെ 2ാമത്തെ സിനിമ. അതിനുശേഷം വേറെ പുതിയ സിനിമകളുണ്ടോ? അതിനുശേഷം പിന്നീട് ചേട്ടാ ഒരുപാട് സിനിമ ചെയ്തു. എല്ലാം ചെറിയ ചെറിയ വേഷങ്ങളാണ് ചെയ്തത്. ശരിക്കും ജനങ്ങൾ കാണാൻ പറ്റുന്ന, മുഖം കാണിക്കുന്ന ആളാണെന്ന് അറിയാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ട്. ഇപ്പൊ ഈ മാസം തന്നെ, ഇതിപ്പോ ഈ മാസം 28-ാം തീയതി ഒരു നല്ലൊരു സിനിമ ഇറങ്ങുകയാണ്. ആത്മസഹോ എന്നുള്ളൊരു സിനിമ ഇറങ്ങുകയാണ്. ഇതിനു മുമ്പ് ഞാൻ പിന്നീട് മറ്റേ സ്കൂൾ ഡയറി, ഞാൻ സഞ്ചാരി, ഒഴുമുറി, അങ്ങനെ ഒരു 10-25 സിനിമകൾ ഞാൻ ചെയ്തു. പക്ഷെ അതെല്ലാം സിനിമയ്ക്കകത്ത് ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു ചെയ്തത്. പക്ഷെ ഇപ്പം അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ, പിന്നീട് കോമഡി സ്റ്റാഴ്സിനകത്തൊക്കെ വന്ന സമയത്ത് പിന്നെ സ്ക്രിപ്റ്റ് കൂടി എഴുതുന്ന മേഖല കൈകാര്യം ചെയ്തു തുടങ്ങി. അപ്പം കോമഡി സ്റ്റാഴ്സിൽ വരുന്ന മിക്കവാറും എൻ്റെ ടീം ചെയ്തിട്ടുള്ള ഒരു 90% സ്ക്രിപ്റ്റുകൾ ഞാൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ മാത്രം കഴിവല്ല, ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ കൂടെയുള്ള എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ആ സ്ക്രിപ്റ്റിനെ മനോഹരമാക്കുന്നത്. ആ ഒരു കഴിവ് കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് 2-3 സിനിമ എഴുതാനുള്ള ഒരു അവസരം കിട്ടി. ഞാൻ എഴുതിയ ആദ്യത്തെ സിനിമയുടെ പേര് മാർട്ടിൻ എന്നാണ്. നമ്മുടെ മൈലാഞ്ചി മഞ്ജുള വീട് സിനിമ എടുത്ത ബെന്നി പി തോമസ് ആണ് എൻ്റെ ഡയറക്ടർ. ഒരു ചെറിയ സിനിമയല്ല, വലിയ സിനിമയാണ്. അതും റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 2ാമത് ഞാൻ സ്ക്രിപ്റ്റ് സൂപ്പർവൈസ് ചെയ്ത് ഞാൻ തന്നെ അസിസ്റ്റന്റ് ചെയ്തൊരു പടമുണ്ട്, ആത്മസഹം. ആ പടമാണ് ഈ മാസം 28-ാം തീയതി ഇറങ്ങുന്നത്. പിന്നെ വേറൊരു 3ാമത്തെ ഒരു വലിയൊരു പടത്തിൻ്റെ എഴുത്ത് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഒരു 6 സിനിമ അസിസ്റ്റന്റായിട്ട് ചെയ്തു, 2 സിനിമ അസോസിയേറ്റ് ചെയ്തു. ഇപ്പോഴും 2-3 പടത്തിൻ്റെ ഈ സ്ക്രീൻ പ്ലേ വർക്കുകൾ നടക്കുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? വിദ്യാഭ്യാസമൊക്കെ ചേട്ടാ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഞാൻ ജനിച്ച് വളർന്നത് കാഞ്ഞിരമ്പാറ എന്ന് പറഞ്ഞൊരു അന്ന് നാട്യപ്രദേശമായിരുന്നു. ഇപ്പം സിറ്റിയോട് അടുത്തിറങ്ങുന്ന സ്ഥലമാണ്. വിദ്യാഭ്യാസം എൻ്റെ ഈ ഒരു LP സ്കൂളൊക്കെ കാഞ്ഞിരമ്പാറ LP സ്കൂളായിരുന്നു. അവിടെ നിന്ന് പിന്നെ മരുതുമൊഴി LP സ്കൂളിലോട്ട് മാറി. പിന്നെ അവിടെ നിന്ന് ശാസ്തമംഗലം ഹൈസ്കൂളിലോട്ട് മാറി. അവിടെ നിന്ന് പിന്നെ പ്രീ ഡിഗ്രി ആർട്സ് കോളേജായിരുന്നു, ഗവൺമെൻറ് ആർട്സ് കോളേജ് തിരുവനന്തപുരം. പിന്നെ ഡിഗ്രിക്ക് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജായിരുന്നു. ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ഈ ഒരു കലാ ഫീൽഡിലേക്ക് വളർന്നു വരാനായിട്ടുള്ള ഏറ്റവും വലിയ പ്രചോദനവും തന്നത് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന ടീച്ചേഴ്സും എൻ്റെ കോളേജിൽ പഠിച്ചിരുന്ന പ്രൊഫസർമാരും എൻ്റെ കൂട്ടുകാരുമാണ്. അവരൊക്കെ നല്ല സപ്പോർട്ട് തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ചുകൂടി ഈ ഫീൽഡിലോട്ട് എനിക്ക് ഉയർന്നു വരാനും ഇവിടം വരെ എത്താനും പറ്റിയത്. ഈ ഒരു അവസരത്തിൽ ഞാൻ എത്രയും പേരെ ഞാൻ ഓർക്കുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ന്യൂസ് പ്രേക്ഷകർക്ക് ഈ പ്രവാസ ലോകത്ത് പ്രവാസികളുടെ ശബ്ദമായിട്ടുള്ള ഒരു ന്യൂസ് ആണ്. കാരണം ന്യൂസ് ലോഞ്ച് ചെയ്ത് തന്നെ കുവൈത്തിൽ നിന്ന് വെച്ചാണ് ഞാൻ ഈ ന്യൂസ് പരിപാടി ഒരുപാട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കണ്ടിട്ടുള്ള ഞാൻ ഇതിനകത്തൊരു ഇന്റർവ്യൂവിന് വരാൻ പറ്റിയത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. ഇത് 1-2 പേര് കാണുന്ന പരിപാടിയല്ല, ഇത് ലോകം മൊത്തം വേൾഡ് വൈഡായിട്ട് കാണുന്ന പരിപാടിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ ന്യൂസ് 60 ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, ഇത് കാണണം. എന്നെപ്പോലുള്ള കലാകാരന്മാരെ ഒരുപാട് ഉയർത്തിക്കൊണ്ട് വരുവാനും നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഒരുപാട് ന്യൂസ് 60 ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വല്ല പാട്ട മിമിക്രി എന്തെങ്കിലും നിങ്ങളെ
കലാപരമായിട്ടുള്ള ഒരു 3-4 ഐറ്റംസ് എന്തെങ്കിലും നിങ്ങളെ ഇഷ്ടം പോലെ? ശരിക്കും ഈ ഒരു അവസരത്തിൽ എനിക്ക് നിൽക്കാൻ എനിക്ക് പ്രചോദനമായതിൽ എന്നെ സപ്പോർട്ട് ചെയ്തത് കുവൈറ്റിലെ GISS എന്ന ഗ്രൂപ്പാണ്. സോഷ്യൽ സർവീസ് നടത്തുന്ന വലിയൊരു ഗ്രൂപ്പാണ് GISS. അതിനകത്തുള്ള ഹമീദക്ക, അശോകേട്ടൻ, പപ്പു ചേട്ടൻ, അബ്ദുൾക്ക, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായ ഡോക്ടർ സാജു സാറ്. ഇവരൊക്കെയാണ് എന്നെ ഈ ഒരു പരിപാടിക്ക് ഇവിടെ എത്തിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിവിടെ ഇൻ്റർവ്യൂ ഇരിക്കാനും സാധിച്ചത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് അവരോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പരിപാടിക്ക് ഗംഭീരമായിട്ട് നടന്നു. അപ്പോൾ അതെനിക്ക് അതിനകത്ത് പിന്നെ സമയക്കുറവുകൊണ്ട് കുറച്ച് പരിപാടി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വേണമെങ്കിൽ ചെയ്യാൻ. അപ്പോൾ ഞാൻ 2 സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം. ആദ്യമായിട്ട് മലയാള സിനിമയുടെ കോഴിക്കോടിൻ്റെ അഭിമാനം ഈ അടുത്ത കാലത്ത് അന്തരിച്ചു പോയ മാമുക്കോയ സാറിൻ്റെ ശബ്ദം അനുകരിക്കാം. പറ്റൂല ബാലകൃഷ്ണ, കൊച്ചുകള്ള കള്ളം നായിന്റെ മോനെ, അന്നെ തല്ലാനോ കൊല്ലാനോ അല്ല ബാലകൃഷ്ണ, അന്നുള്ള സ്നേഹം കൊണ്ടാണ് മോനെ നമ്മളീ പറഞ്ഞത്. അന്റെ കാര്യം അത് നമ്മളേറ്റ്, അന്റെ ഉമ്മാന്റെ കാര്യം അത് അവന്റെ വാപ്പയറ്റ്. യു ബ്ലഡി ബ്യൂട്ടിഫുൾ, യുവർ മദർസ് വെരി ബ്യൂട്ടിഫുൾ. വാലിക്കും അസ്സലാം. താങ്ക് യു. അടുത്തതായിട്ട് മലയാള സിനിമയുടെ കോമഡിയുടെ രാജാവ് ശ്രീ ജഗതി ശ്രീകുമാർ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ശ്രീ ജഗതി ശ്രീകുമാർ. എന്റെ അത്തിപ്പാറ അമ്മച്ചി, ചില കേന്ദ്രമന്ത്രിമാർ പറയുന്നു കാടില്ലാത്തത് കൊണ്ടാണ് മഴ പെയ്യാത്തത്. അപ്പൊ അറബിക്കടലിലെ മഴ പെയ്തതോ? അത ചക്കപ്പൂഞ്ചോ? ഇതാരോടെ ക്രിക്കറ്റ് കളി? ഒരുത്തം ബോളെടുത്ത് എറിയുന്നു, മറ്റവൻ അടിച്ചു കളയുന്നു. അടിച്ചു കളയാണെങ്കിൽ പിന്നെ എന്തിനാണ് പുള്ളി കളിക്കണത്? ഗ്യാസ്. താങ്ക് യു. അടുത്തൊരു കോമഡി താരം മലയാള സിനിമയിൽ വില്ലനായിട്ട് കടന്നു വന്ന് കോമഡിക്ക് തൻ്റെതായ ഒരു പ്രത്യേക ഒരു രൂപവും ഭാവവും നൽകിയ ശ്രീ ജനാർദ്ദനൻ. ഓഹോ, പിടികിട്ടി. നീ തങ്കപ്പൻ അല്ലടാ, പൊന്നപ്പൻ. എടാ എൽദോ, അവന്റെ കാല് തല്ലി പിടിക്കടാ. ഓ എന്റെ ഇല്ല, അവന്റെ. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാൻ അപേക്ഷിക്കട്ടോ? സോനാരേ സോന നിലാവ് തെളിഞ്ഞില്ലേ, സുരകത്തെ നിറയ്ക്കാൻ പോരൂ. ഓ സോനാരേ സോന നിലാവ് തെളിഞ്ഞില്ലേ, സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ പോരൂ. ഓ ചെറ്റ. താങ്ക് യു വെരി മച്ച്. ഇനി കലാമേഖലയിൽ എന്തൊക്കെ ആഗ്രഹങ്ങളില്? ചേട്ടാ, വലിയൊരു ആഗ്രഹമായിട്ട് ആണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത്. ചേട്ടൻ പറഞ്ഞല്ല. അപ്പോൾ അതെനിക്ക് ഇവിടം വരെ, ഈ ഇരിക്കുന്ന നിമിഷം വരെയും സർവേശ്വരൻ അല്ലെങ്കിൽ പടച്ചതമ്പുരാൻ എനിക്ക് അതിന് എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ എഴുതി അത് ഡയറക്റ്റ് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനും എനിക്ക് അവസരം ദൈവം തന്നിട്ടുണ്ട്. കാരണം ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഞാൻ ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ സുഹൃത്താണ് എൻ്റെ പ്രൊഡ്യൂസർ. ഒരു ചെറിയൊരു സ്റ്റോറിയാണ്, എന്നാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. കോമഡി അല്ല, ഞാനൊരു കോമഡി ആർട്ടിസ്റ്റ് ആണെങ്കിലും എനിക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ഒരുപാട് സീരിയസ് കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ ചില സ്കിറ്റുകൾ കണ്ടാൽ മനസ്സിലാവും. ചില കോമഡി സ്കിറ്റ് ഞാൻ എഴുതുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് ഞാൻ നല്ല കോമഡി സംഭവം കൊടുത്തിട്ട് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും സീരിയസ് ക്യാരക്ടറായിരിക്കും അതിനകത്ത് എടുത്തിട്ടുള്ളത്. അപ്പം കുറച്ചുകൂടി സീരിയസ് റോൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കോമഡിയിലൂടെ സീരിയസ് സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 4-5 പടം അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും സ്ക്രിപ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ തന്നെ ഇപ്പോൾ 5 വർഷം കൊണ്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഞാൻ ഒരു പടം അനൗൺസ് ചെയ്തില്ല. ഒരു കമ്പനിയുടെ കെയർഓഫിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റത്തില്ല. ഒരു പടം അത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ എഴുതി ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും ദൈവം എനിക്ക് ഒരു ഭാഗ്യം തന്നു. അതെ അനുഗ്രഹം നൽകട്ടെ. പിന്നെ കുവൈത്തല്ലാതെ വിദേശ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം നടത്താൻ വേണ്ടി പോയിട്ടുണ്ടോ? കുവൈറ്റിലല്ലാതെ ഞാൻ ബഹ്റിനിൽ മാത്രമേ പോയിട്ടുള്ളൂ. 2 സ്ഥലത്ത് മാത്രമേ പോയിട്ടുള്ളൂ. കുവൈറ്റ് ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഒരു ഷോ ആയിട്ട് വരുന്നത്. കുവൈത്തില് ആദ്യമായിട്ടാ ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യം ഷോ ആയിട്ട് വരുന്നത്. നമ്മുടെ ഡോക്ടർ ബാബ സാർ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നൊരു പരിപാടിക്ക് ക്ഷണിച്ചു വന്നത്. പിന്നെ ബഹ്റിനിലും 2 പ്രാവശ്യം പോയിട്ടുണ്ട് പരിപാടി ചെയ്യാനായിട്ട്. ഇപ്പോൾ നാട്ടില് കലാപരമായിട്ട് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചേട്ടാ, നാട്ടിലിപ്പോൾ നല്ല തിരക്കാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഡിറ്റിംഗ് ഒന്നും എനിക്ക് അറിയത്തില്ല.
എഡിറ്റിംഗ് മേഖല നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയ പരിചയത്തെ മേഖലയാണ്. പക്ഷെ എന്നാൽ എനിക്ക് സ്വന്തമായിട്ട് ട്രൂപ്പുണ്ട് തിരുവനന്തപുരത്ത് സ്കൈലാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ വർഷം സ്റ്റുഡിയോ പോയിട്ട് അത് എഡിറ്റിങ് ഡബിങ് ഒക്കെ ചെയ്തിട്ട് വരാണ്ട് എങ്ങനെ പോലും വലിയൊരു എമൗണ്ട് ആവും. അപ്പോൾ ഞാൻ തന്നെ ഒരു 10-12 വർഷം മുമ്പ് മാസത്തവണയ്ക്ക് ഒരു ലാപ്ടോപ്പ് സ്വന്തമായിട്ട് വാങ്ങിച്ച് എഡിറ്റിംഗ് എല്ലാം ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാണ്. യൂട്യൂബിൽ കയറി ക്ലാസ് എടുത്ത് സ്വന്തമായിട്ട് പഠിച്ചതാണ്. കാരണം ഈ പഠിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു പൈസയാണ് എഡിറ്റിംഗ് ഒക്കെ പഠിക്കാനായിട്ട് ചെല്ലുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു വാശിയുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഒരു 4 സോഫ്റ്റ്വെയർ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇപ്പം എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ തന്നെ ഇടയ്ക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ഒരുപാട് ഷോർട്ട് ഫിലിമും എഴുതി ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്ത അവസരം ഫോട്ടോ അവരെ കൈ കൊടുക്കും. അപ്പോൾ ഒരു എമൗണ്ട് തരും. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് എഡിറ്റിംഗ് പഠിച്ചതാണ്. പിന്നെ പോയിട്ട് നമ്മൾ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർ കഴിഞ്ഞപ്പോൾ അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സ്, മഴവിൽ മനോരമയിലെ ബമ്പർ ചിരി ആഘോഷം, ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ട്രൂപ്പ് ഈ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം കുറച്ച് ആർട്സുകളൊക്കെ കുറച്ചുകൂടി ഹൈ ലെവലൊക്കെ ആയതുകൊണ്ടും അവരുടെ പേയ്മെൻറ്റ് കൂടുതലായതുകൊണ്ടും ഈ വർഷം പിന്നെ കുറച്ച് വർക്കുകൾ കൂടുതൽ കിട്ടി. എഴുത്ത് വർക്കും ഷോസും സ്റ്റേജ് പരിപാടികൾ കൂടുതൽ വേറെ സിനിമയുടെ വർക്കൊക്കെ അല്പം കൂടുതൽ കിട്ടിയതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ വർഷം സമിതി ട്രൂപ്പ് ഇറക്കിയില്ല. സമിതി ബ്രേക്ക് ചെയ്ത് വെച്ച് ഈ ഒരു വർഷത്തേക്ക്. എന്നിട്ട് അതിന് പകരം ഒരു 1 man ഷോ, 1 മണിക്കൂർ 1 man ഷോ സെറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ പാട്ട്, മിമിക്രി എല്ലാം കൂടി, ഗെയിം ഷോ എല്ലാം കൂടി ചേർത്ത് 1 man ഷോ സെറ്റ് ചെയ്തു. അപ്പോൾ അത് ഡെയിലി പരിപാടിയുണ്ട്. ഇന്നിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ വരെ എല്ലാ ദിവസവും പരിപാടി സഹായിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് പോയിട്ട് പിന്നെ ഈ ബമ്പർ ചിരി അതുപോലെ മറ്റുള്ള ഈ പരിപാടികൾക്കൊക്കെ പോകുന്നവർ നമ്മളെ വിളിക്കും. എഴുത്തോടെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയ എമൗണ്ട് നമ്മൾ വാങ്ങിക്കുന്നത് അവരെല്ലാം ഉള്ളത് നമുക്ക് തരും. പിന്നെ എഡിറ്റിംഗ് വർക്കുണ്ട്, പിന്നെ ഇതുണ്ട്, പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം വെബ് സീരീസിൻ്റെ എഴുത്ത് വർക്കുകളുണ്ട്. അങ്ങനെ ഓൾറെഡി ഇപ്പം സത്യമായിട്ട് തിരക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ കുവൈറ്റിൽ GS പരിപാടിക്ക് വരാൻ ഒരു ഭാഗ്യം ലഭിച്ചത്. അതല്ല, ഈ കലാമേഖലയ്ക്ക് വരുന്നതിന്റെ മുമ്പ് എന്ത് ജോലിക്ക് വരുന്നു? ചില കലാമേഖലയിൽ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രീ ഡിഗ്രി 10ാം ക്ലാസ് മുതലേ കലാമേഖലയിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിച്ച് അങ്ങനെ വന്നതാണ്. അപ്പോൾ അന്ന് ചേട്ടൻ പറഞ്ഞ നല്ല ചോദ്യമുണ്ട്. കാരണം അന്ന് ഈ ഫീൽഡിൽ വന്നാൽ തന്നെ ഒരു കാസറ്റ് പോയി CD കാസറ്റ് ഇട്ട് പഠിക്കാൻ വേണ്ടി ഒരു കാസറ്റ് വാങ്ങിക്കണമെങ്കിലും ഒരു CD വാങ്ങിക്കണമെങ്കിലും ഒന്നും നമ്മൾ വീട്ടുകാർക്ക് അന്ന് വളരെ പൈസ തരാനില്ല. ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കലാ ഫീൽഡിൽ വരാൻ വേണ്ടി വരാനതിന് മുമ്പ് ചെയ്തിട്ടില്ല. ഈ കലാ ഫീൽഡിൽ പിടിച്ചേക്കാനും വരാൻ വേണ്ടിയിട്ടും പൈസ അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് പത്രം ഇടാൻ പോയിട്ടുണ്ട്. പിന്നെ മരുന്ന് ഓരോ ഹോൾസെയിൽ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് കൊടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റേ ഇതുപോലെ വാൾപേപ്പറില്ലേ, അതിൻ്റെ വാൾപേപ്പറിൻ്റെ ഇന്ത്യയിൽ വർക്കിന് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യാൻ പറ്റുന്ന മിക്കവാറും എല്ലാ ജോലിയും ചെയ്ത് ഞാൻ പൈസ സമ്പാദിച്ചിട്ടുണ്ട്. ഇതിന് വരാൻ വേണ്ടിയും അതിൻ്റെ റിഹേഴ്സൽ ചെലവിനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ച സമയത്ത് നമ്മളെ ന്യൂസിന്റെ കൂടെ സഹകരിച്ചതിന് വളരെ ഞാനാണ് അങ്ങോട്ട് നന്ദി പറയേണ്ടത്. ലോകം മൊത്തവും ദിവസവും ഈ ന്യൂസിന്റെ വാർത്തയും ചാനലൊക്കെ എല്ലാവരും പരിപാടി കാണുന്നതാണ്. അങ്ങനത്തെ ഒരു വലിയ ചാനലിൽ എന്നെ വിളിച്ചിട്ട് ഒരു ചെറിയ ഇന്റർവ്യൂ എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും വിളിച്ച് News 60 എല്ലാ മെമ്പേഴ്സിനും, ഇത് ചാനലിലും എല്ലാ ഭാരവാഹികൾക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ഒരു എളിയ കലാകാരൻ്റെ 1000 നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ക്യാമറമാൻ VA കരീം മാടയോടൊപ്പം ഹനീഫ CP 16. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. News 16 കേരള ചാനൽ.